യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 34 അധ്യായം 17 തിരുവചനം. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ ആത്മാവ് എങ്ങനെയുള്ളതായിരിക്കും എന്ന തിരുവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അവനെപ്പോഴും അനുഗ്രഹീതനായിരിക്കും ദൈവസന്നിധിയിൽ. കർത്താവിനെ സ്നേഹിക്കുന്നവർ അവരെ എപ്പോഴും കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാനുള്ള ഉറപ്പുമായി ദൈവം മാറുന്നു. അവിടുന്ന് അവന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യും. നമുക്ക് ആ ദൈവത്തോടൊപ്പമായിരിക്കാം. ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കുന്ന, വിശ്വസിച്ച് ആ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയായി മാറാം. ഓരോ നിമിഷങ്ങളിലും നമ്മളെ പരിപാലിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മക്കളെ ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷം വരെ നമ്മളെ പരിപാലിച്ച് നടത്തിയ കർത്താവിന് നന്ദി പറയാം. ദൈവസഹായമില്ലാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായിട്ട് നന്ദി പറയാം. കുടുംബ സമാധാനത്തിനായിട്ട് നന്ദി പറയാം. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയാം. എളിമയുള്ളവരായി മാറുന്നതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകകർത്താവുമായ സർവശക്തനും സർവാധിപനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.